ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നല്ല നാടൻ മസാല അടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൊഞ്ചനോ മുട്ടയോ ചേർക്കാം. 2 ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തത്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് 4-5 മണിക്കൂർ കഴിഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. ഞാനിവിടെ ഗ്രൈൻഡറിലിട്ടാണ് അരയ്ക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കാതെ കുറച്ചായി അരച്ചെടുത്താൽ മതി. എന്നാലേ ഈ ഉരുളയാകുന്ന വിധത്തിൽ കിട്ടുകയുള്ളൂ. ഒരു ഇലയെടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും എടുത്ത് വെച്ച് നമ്മളുടെ കൈ അതിലേക്ക് കുത്തി ഇത് പരത്തിയെടുക്കാം. എന്നാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ഞാൻ ആദ്യമേ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. ആ മസാലക്കൂട്ടെടുത്ത് ഇതിൻ്റെ നടുവിലിട്ട് കല്ലുമ്മക്കായ റോസ്റ്റോ മുട്ട റോസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഞാൻ മസാലക്കൂട്ട് നടുവിൽ വെച്ച് നമുക്കിത് മടക്കിയെടുക്കാം. അതേസമയം തന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് ഞാൻ ആവി കയറ്റാൻ തട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ ഒന്നിച്ചൊന്നും വെക്കരുത്. ഞാനിവിടെ 4 എണ്ണം വെച്ചിട്ടുണ്ട് ഒരു ട്രിപ്പിൽ. അപ്പോൾ താഴെ 2 എണ്ണം, അതിൻ്റെ മേലെ ഇഡ്ഡലീൻ്റെ പാത്രം എടുത്ത് 2 എണ്ണം മാത്രം വയ്ക്കുമ്പോൾ വേഗം തന്നെ ആവി വരും. അപ്പോൾ തന്നെ വേഗം തന്നെ റെഡിയാവുകയും ചെയ്യും. അതിൻ്റെ മേലെ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ 2 എണ്ണം കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണം ഒറ്റ ട്രിപ്പിൽ തന്നെ ആവും. നല്ലവണ്ണം വെന്ത് വരികയും ചെയ്യും. ഇനി മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പുറത്തെടുത്ത് വെച്ച് എല്ലാം തിരിച്ച് വെക്കുക. എന്നിട്ട് എല്ലാം തിരിച്ച് വെച്ചതിന് ശേഷം പിന്നെയും ഒരു 10 മിനിറ്റ് ആവി കയറ്റുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഇലയിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം. അത് വെന്തിട്ടില്ലെങ്കിൽ ഇലയിൽ നിന്ന് വിട്ട് വരില്ല. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്ക് ബട്ടണും കൂടി തരണേ.